എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഗോവിന്ദൻ നന്ദുവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും അഭി ഫോൺ വിളിച്ചാണ് രാത്രിയിലൊന്നും കോൾ എടുക്കേണ്ട ആവശ്യമില്ല. അറിയാലോ, ഇതെങ്ങാനും നിന്റെ നയനേച്ചി അറിഞ്ഞാൽ ഒരു കാരണവശാലും നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. ശരിയാച്ചാ, എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞ് നന്ദു മുറിയിലേക്ക് പോവാണ്. അങ്ങനെ മുറി പോയി കുറച്ചു നേരം ടെസ്റ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയുടെ കോള് വരുന്നേ. അനി വിളിച്ചിട്ട് ചോദിച്ചു, നന്ദു നീ എന്താ ഇങ്ങോട്ട് വരാത്തെ? നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നല്ലോ, നിന്റെ രണ്ട് ചേച്ചിമാരും ഇവിടെ ഉള്ളതല്ലേ, പിന്നെ നിനക്ക് നിന്റെ അമ്മയോട് ഇങ്ങോട്ട് വരാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. നന്ദു പെട്ടെന്ന് തോന്നി, അതൊന്നും അച്ഛന് ഇഷ്ടപ്പെടില്ല. അതെന്താ അച്ഛന് ഇഷ്ടപ്പെടില്ലാത്തെ? ഞാനാണ് ആന്റിയോട് ചോദിച്ചാ നന്ദുവിനെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നോ എന്ന്. അപ്പൊ ആന്റി ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതൊന്നും ശരിയാകത്തില്ല അനി. അനി വിളിച്ച കാര്യം എന്താ? എനിക്ക് നിന്നെ ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അതാണോ? അതൊക്കെ നമുക്ക് പിന്നീടാ, ഇപ്പൊ നല്ല തിരക്കുള്ള സമയല്ലേ, ഈ കല്യാണമൊക്കെ അടുത്ത് വരുമല്ലേ, കല്യാണം വിളിക്കാനൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് ഇപ്പൊ എന്നെ കാണണ്ടാന്ന് പറയാം. എന്താ നന്ദു നീ ഇങ്ങനെ പറയുന്നേ? എന്നെ ഒഴിവാക്കുവാണോന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അങ്ങോട്ട് വരട്ടേന്ന് ചോദിക്കാം. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരണ്ട, അതൊന്നും അച്ഛന് ഇഷ്ടപ്പെടില്ല. എന്താ നന്ദു, നിനക്ക് എന്ത് പറ്റി? നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ? ഒന്നുമില്ല. ശരി എന്നാ ഞാൻ വെക്കുവാന്ന് പറഞ്ഞ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യണം. അതിനെ ഓർത്ത് ഇവൾക്ക് എന്ത് പറ്റി? പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുകയും ചെയ്തല്ലോ എന്ന് ഓർക്കുകയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് നവ്യ നയനെ ഇരുന്ന് കഴിഞ്ഞപ്പം അങ്ങോട്ട് കനക വരുവാണ്. കനക വന്നിട്ട് ഒരു മൈലാഞ്ചിക്കോണൊക്കെ എടുത്തോണ്ട് വന്നിട്ട് നവ്യയുടെ ഞാൻ കൈയും കാണിച്ച് ഞാൻ മൈലാഞ്ചി ഇട്ടുതരാന്ന് പറയണ. അങ്ങനെ നവ്യയുടെ കൈ മേടിച്ച് മൈലാഞ്ചി ഇടുമ്പോൾ നയന് പറഞ്ഞു, ആഹാ അത് വേണ്ട, എനിക്കിവിടെ ഇട്ട് തരണം എന്ന് പറയാം. അതിനെന്താ, ഇവൾക്ക് ഇട്ട് കഴിഞ്ഞിട്ട് മോൾക്ക് ഞാൻ ഇട്ട് തരാന്ന് പറയണം. അങ്ങനെ രണ്ടുപേർക്കും മൈലാഞ്ചി ഇട്ടുകൊണ്ട് സമയത്ത് നയന് പറഞ്ഞു, ഇപ്പൊ ഒരാളും കൂടെ അവിടെ വേണ്ടായിരുന്നു, നന്ദു കൂടെ ഉണ്ടായിരുന്നു, പൊളിയായിരുന്നു പറയാണ്. നവ്യ പറഞ്ഞു, ശരിയാ, അമ്മയ്ക്ക് വന്നപ്പോ അവളെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ മേലായിരുന്നോ? അത് മോളെ, അതെങ്ങനെയാ? അതെന്താ കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താ കുഴപ്പമിരിക്കണേ? അല്ല, അവളെല്ലാരും കൂടെ വന്നാൽ എങ്ങനെയാ ശരിയാന്ന്? അതിലിപ്പോ എന്താ കുഴപ്പം? നന്ദോട്ടിന് 2-3 ദിവസം ഇവിടെ നിന്നാനോ കുഴപ്പം? പെട്ടെന്ന് നായന് പറഞ്ഞു, അല്ല അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ, അമ്മ അതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചോന്ന് ചോദിക്കുക. അല്ല മോളെ, ഞാനെങ്ങനെ ചോദിച്ചില്ല. നവ്യ പറഞ്ഞു, ശരിയാ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അവളുടെ മുഖത്ത് ആ പഴയ പ്രസരിപ്പൊന്നുമില്ല, എന്തോ ഒരുമാതിരി, അധികം ചിരിയ സംസാരം ഒന്നുമില്ല. നയന പെട്ടെന്ന് ചോദിച്ചു, ഇനി അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ അമ്മയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നയന പറഞ്ഞു, ശരിയാ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾ എന്നോട് ആദ്യം പറയണ്ട. അല്ല, അമ്മയുടെ മുഖം കണ്ടിട്ട് അമ്മ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ മനസ്സിൽ എന്താ, ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവാമേ, 2 ദിവസം അവിടെ നിൽക്കട്ടെ. അനി ഇവിടെ ഉള്ളതുകൊണ്ട് അവൾക്ക് മനസ്സൊരു സന്തോഷമായിരിക്കും, കാരണം അനിയാണല്ലോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ അനിയോട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തുറന്നു പറയും, അവളുടെ മനസ്സിൽ ആരാ ഉള്ളേന്ന്. പെട്ടെന്ന് കനക മനസ്സ് വിചാരിക്കുകയാണ്, അനിയ അവളുടെ പ്രശ്നം എന്നുള്ള കാര്യം ഇവർക്കറിയത്തില്ലോ, അതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഇപ്പൊ ഈ സന്തോഷിക്കുന്ന ഇവള് നയനമോള് പോലും അവൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നു വരത്തില്ല. വേണ്ട, അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ? ഒന്നുമില്ല, എന്നാ ശരിയെന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് കനക. പിന്നീട് നയന മുറിയിലേക്ക് ചെല്ലുമ്പോ ആദർശ് ലാപ്ടോപ്പ് ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് നയന, അതെ എനിക്ക് ഇച്ചിരി കുടിക്കാൻ വെള്ളം വേണമെന്ന് പറയാം. വെള്ളമോ? അതിലെന്താ, നിനക്ക് കൈയല്ലോ, നീ എടുത്തു കുടിക്ക. ഓഹോ, കൈ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എടുത്തു കുടിക്കണം അല്ലെ? എന്നിട്ട് ആദർശാണ് ഓരോ ജോലികൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ആദർശാണ് കൈ ഉണ്ടല്ലോ, എന്നിട്ട് ആദർശാണ് എന്താ പറയണേ, നയന അതിങ്ങെടുക്ക് ഇതിങ്ങെടുക്കുന്നല്ലേ പറയുന്നേ, അല്ലാതെ സ്വന്തമായിട്ട് എടുക്കുവല്ലേ ചെയ്യുന്നേ. അപ്പൊ അതാണോ കുഴപ്പം? നിന്റെ കൈക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. കൈയും കൂടെ എടുക്കാൻ പറ്റില്ലാത്തോണ്ടല്ലേ പറഞ്ഞേ. കയ്യിൽ മൈലാഞ്ചി ഇട്ട് വെച്ചിരിക്കോ? അങ്ങനെ എന്നും പറഞ്ഞോണ്ട് ഇപ്പൊ എടുത്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, 2 കയ്യിലും മൈലാഞ്ചി ഇട്ട് വെച്ചിരിക്കോ. അവൾക്ക് മൈലാഞ്ചി ഇടാൻ കൊണ്ടൊരു സമയം, എന്ത് പറഞ്ഞാലും അവൾക്കൊണ്ടൊരു ന്യായീകരണം വന്നിട്ട് പറഞ്ഞോണ്ടങ്ങിരിക്കും. പിന്നെ നിന്റെ ഈ കൈലാഞ്ചി അല്ല, സോറി മാറിപ്പോയതിട്ട്, കൈ മൈലാഞ്ചി ഇട്ട് കൈ മിനിക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യില് സൗന്ദര്യമാവും, പിന്നെ മുഖത്തും അത്യാവശ്യം സൗന്ദര്യം ഒക്കെ ഉണ്ട്. പക്ഷെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിലും കൂടെ കുറച്ച് സൗന്ദര്യം വേണമെന്ന് പറയാം. പിന്നെ ഈ പറയുന്ന ആളുടെ മനസ്സിൽ ഭയങ്കര സൗന്ദര്യമാണല്ലോ. ഇനിയിപ്പോ ഒരു ഇച്ചിരി വെള്ളം ചോദിച്ചതിന്റെ പേരില ഇങ്ങനെയൊക്കെ, എനിക്ക് വെള്ളമേ വേണ്ട, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോ ആദർശ് പറഞ്ഞു, ചോദിച്ചതല്ല നിക്കവിടെയെന്ന് പറഞ്ഞോണ്ട് ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തും കൊടുക്കുവാണ്. ഇങ്ങനെയാണെന്ന് ഞാനെങ്ങനെ വെള്ളം കുടിക്കുന്നേ? എന്നും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വായിലേക്ക് വെച്ച് കൊടുക്കുവാണ്. പെട്ടെന്ന് കുടിക്കുന്നതനുസരിച്ച് കുറച്ച് വെള്ളം അങ്ങോട്ട് താഴെ വീണു. അതിനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ആദർശ് എന്ത് ചെയ്യുക, ആദർശ് അങ്ങ് ഗ്ലാസ് അങ്ങ് വെക്കാൻ തിരിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ആ വെള്ളത്തെ ചവിട്ടി നയനെ അങ്ങോട്ട് വീഴാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് ആദർശ് കയറി അങ്ങോട്ട് പിടിച്ചു.
നവ്യ നയനയുടെ കൈയും ആദർശിന്റെ കൈയും തമ്മിൽ രണ്ടുപേരുടെയും കൈക്കുള്ളിലായി പോയി. പെട്ടെന്ന് നയനയുടെ കയ്യിലെ മൈലാഞ്ചി മൊത്തം ആദർശിന്റെ കയ്യിലേക്ക് പോയി. ഒരു നിമിഷം രണ്ടുപേരും ഒന്ന് കണ്ണിക്കണ് നോക്കി നാം വീഴ്ചയില്. രണ്ടുപേരുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ ചെറിയ പ്രണയമൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത്. ആദർശം നയനെ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല, ആ എന്തിനും നീതി നിൽക്കുകയാണ്. പെട്ടെന്ന് നയന തെന്നി മാറിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ആദർശാന്റെ കുഴപ്പം അത്. ആദർശാന്റെ കാരണം ഇപ്പോഴും വെള്ളം വീണ് ഞാൻ തെന്നി വീഴെന്ന് പറയാം. ഓ, ഇനിയിപ്പൊ എന്തിനും എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ കയ്യിലെ മൈലാഞ്ചി മുഴുവൻ എന്റെ കയ്യിലെ, അതങ്ങ് കഴുകി കഴിഞ്ഞാൽ മാറിക്കോളും. അതെ, ആദർശയുടെ തന്നെ കൂടെ തുടച്ചു. ഞാൻ തുടച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ മൊത്തം അങ്ങോട്ട് മൈലാഞ്ചിയോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോയേക്കാന്നും പറഞ്ഞാണ്ട് നയനെ അങ്ങോട്ട് ഇറങ്ങി പോവാ. അങ്ങനെ രാത്രിയായ സമയത്ത് നവ്യ ഇങ്ങനെ കണ്ണു തുറന്ന് എഴുന്നേറ്റു. പിന്നെ ഇച്ചിരി സമയോടെ ആലോചിച്ചിരുന്നു. പിന്നീട് ജലജയുടെ ഫോണിലേക്ക് അങ്ങോട്ട് വിളിക്കുകയാണ്. ജലജയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്കൊരു കോഫി വേണമെന്ന് പറയാം. കോഫിയോ? ഈ സമയത്താ? നിനക്കെന്താ ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കണേ. അതെ, ഉറക്കമില്ലാത്തോണ്ടല്ലേ കോഫി ചോദിച്ചേ. ദേ, നിനക്ക് വേണം, നീ നിന്റെ അമ്മയോടോ അനിയത്തിയോടോ പോയി പറ, അവരുണ്ടാക്കി തരുമെന്ന് പറയാം. എനിക്ക് അവരൊന്നും ഉണ്ടാക്കി തരണ്ട, എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നത്. ഞാനോ? പിന്നെ നല്ല കഥ, വേറെ പണിയൊന്നുമില്ല. അല്ലെങ്കിൽ വേണ്ട, ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞോളാം ഒരു കോഫി ഉണ്ടാക്കി തരാൻ, അത് മതിയോ? ഓ, അവിടെ ഇരിക്കെന്ന് പറഞ്ഞിട്ട് നയന്റെ പിറുവിറുത്തണം കൂടെ നയനയല്ല, ഇടയ്ക്കിടയ്ക്ക് പേര് മാറിപ്പോട്ടോ. ജലജ പിറുവിറുത്തണ്ട് അങ്ങോട്ട് എഴുന്നേക്കുവാണ്. എന്നിട്ട് നോക്കുവാണ്. അവള് കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ? കനകയെ നോക്കി പറയാണ്. ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെന്നു. അവളൊരു ഗർഭിണിയാന്നും പറഞ്ഞ് മനുഷ്യനായിട്ട് വട്ടക്കൊട്ടയായിട്ട് വെള്ളം കോരിക്കൊണ്ട് ഇരിക്കുക. അവക്കാണെങ്കിൽ എന്തിനു വേദന ഇപ്പം. ജലജ കാണിച്ചു കൊടുക്കുന്നുണ്ടേനെ അവൾ കിട്ടിയേനെ. മാക്സിമം അവള് തന്നെ ഇട്ടങ്ങോട്ട് വട്ടം തട്ടിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഞാൻ തന്നെ ഇല്ലാതാക്കും. മനുഷ്യ ഒരു സമാധാനം തരത്തില്ല. രാത്രിയിലൊന്നും നേരാമണ്ണം ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കോഫി ഇട്ടുകൊണ്ട് മുകളിലേക്ക് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ കോഫി കൊടുത്തിട്ട് ചോദിച്ചു, അല്ല നീ എന്തിനാ ഈ സമയത്ത് എഴുന്നേറ്റ് കോഫിയൊക്കെ ചോദിക്കുന്നത്? അതെന്താ? എനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കോഫി കുടിക്കാൻ തോന്നി, അതാ. ഈ സമയത്ത് അഭി കണ്ണ് തുറന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, തിരിഞ്ഞു കിടക്കുന്നോണ്ട് നവ്യയും ജലജ ഓർത്തോണ്ടിരുന്ന അഭി നല്ല ഉറക്കം വന്ന. ഇല്ല, ഇവരെന്താ ഇന്നലെ രാത്രി താമസിച്ചാണ് കിടന്നത്? അതെന്താ? അല്ല, പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്ന കേട്ടാ. നിങ്ങളുടെ മോനല്ലേ, നിങ്ങളുടെ മോന്റെ ആണോ ഒന്നും പറയണ്ട, അത് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ കിടന്ന് ഉറങ്ങണേന്ന് പറയാം. ആ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങുമ്പോഴത്തേനും നവ്യ പറഞ്ഞു, പോകാൻ പറ്റേ, ഈ കോഫി ആയിരുന്നു കുടിച്ചു നോക്കട്ടെ, കുടിച്ചു നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയാ. പെട്ടെന്ന് നവ്യ കോഫി കുടിക്കണം. ഈ ഇതെന്താ ഇങ്ങനെ? ഇതിന്റെ കടുപ്പോ ഇല്ല, പഞ്ചസാരയില്ല, ഇങ്ങനെയാണോ കോഫി ഉണ്ടാക്കുന്നത്? എനിക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ, വേണേ കുടിച്ചാൽ മതി. ഓഹോ, അങ്ങനെയാണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ മുത്തശ്ശിനെ വിളിച്ചിട്ട് പറയാം എനിക്ക് ഇങ്ങനത്തെ കോഫി ഉണ്ടാക്കി തന്നെ. മുത്തശ്ശി ഒരു നല്ല കോഫി ഉണ്ടാക്കി തരാൻ. എന്താ, അത് മതിയോ? ഓ, ഇങ്ങോട്ട് കൊണ്ടേ താട്ടെ, ഇത് കുറച്ച് ക്രൂരത കേട്ടോ, എല്ലാം നീ കാണിക്കുന്ന എന്നോടൊന്നും പറഞ്ഞോണ്ട് കനക വീണ്ടും അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് ദേഷ്യപ്പെട്ട് ആ ചായയൊക്കെ താഴേക്ക് വെച്ചിട്ട് വീണ്ടും അതിനകത്തേക്ക് കുറച്ച് പൊടിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളയിക്കൊണ്ട് വേണം. ഈ സമയത്ത് അഭി കിടന്ന് ഉറക്കും. ഇവള് മനഃപൂർവ്വം അമ്മയ്ക്കിട്ട് പണി കൊടുക്കുന്ന, ഇവള് പ്രഗ്നന്റ് ആന്ന് വന്നു കഴിഞ്ഞപ്പോ ഇവള് പകരം വീട്ടോ. ഈ സമയത്ത് അങ്ങനെ താൻ കണ്ണ് തുറന്ന് കിടക്കുവാണെങ്കിൽ തനിക്കിട്ടോ പണി തരുവുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യം രക്ഷപ്പെട്ടു. പിന്നീട് വീണ്ടും ജലജ കയറി വരണം. കോഫി അങ്ങോട്ട് കൊടുത്തു. നവ്യ കോഫി എടുത്തും വലിയ തെറ്റില്ല എന്ന് പറയണം. അതെ, ഇതിന്റെ കൂടെ 2 ബിസ്ക്കറ്റ് കൂടി എടുത്തോണ്ട് എല്ലാവരും ചോദിക്കുക. ബിസ്ക്കറ്റോ? അതെന്തിനാ? എനിക്ക് വയറ് എരിയാൻ തുടങ്ങി. ഓ, അതാണോ കുഴപ്പം? വിശക്കാൻ തുടങ്ങി. അതെ, ഒരു കുഴപ്പമൊന്നുമില്ല, ഈ സമയത്ത് കഴിക്കേണ്ട ആവശ്യമില്ല, നാളെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം. ബ്രേക്ക്ഫാസ്റ്റോ? അല്ല, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? ബ്രേക്ക്ഫാസ്റ്റിന് നിനക്ക് എന്താ വേണ്ടത്? അവൾക്ക് എന്താ വേണമെങ്കിലും അങ്ങ് ഉണ്ടാക്കി തരാമെന്ന് ജലജ അങ്ങോട്ട് ആക്കി പറയാണ്. പെട്ടെന്ന് നവ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, എനിക്ക് മസാല ദോശ മതി എന്ന് പറയാം. മസാല ദോശയാ? ആഹാ, എന്താ മസാല ദോശ ഉണ്ടാക്കാൻ പറ്റില്ലേ? അല്ല, അതിന് മാവൊക്കെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരിക്കും, പിന്നെ ഉണ്ടാക്കി തന്നാ മതി. ഓ, അവളുടെ ഒരു പൂതിയെ, ഉണ്ടാക്കി തരാം, നേരെ ഒന്ന് വെളുത്തോട്ടെ, ഇപ്പൊ ഇത് കുടിക്കുക, ഇതും കൊണ്ട് അങ്ങോട്ട് സമാധാനിക്ക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം നവ്യ നോക്കുവാണ് അബീനെ. പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ? നീ കിടന്ന് ഉറങ്ങ്, നിനക്കിട്ടുള്ള പണി ഞാൻ പിന്നെ തരാം. ഇപ്പൊ നിന്റെ അമ്മയ്ക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്, ഇനി ഇങ്ങനെ നീണ്ടു നിവർന്ന ദിവസങ്ങൾ കിടക്കുമല്ലേ എന്ന് മനസ്സിലോർക്കുക. പിന്നീട് കനക നേരെ സിറ്റൗട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെ ദേവേനി ഇരുന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ സമയം നോക്കിയിരുന്നു. പിന്നീട് ദേവേന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതേ, എൻ്റെ മക്കള് രണ്ടുപേരും ഇങ്ങോട്ട് വന്നിട്ട് 7-8 മാസമായി. പക്ഷെ ഇന്ന് വരെ എനിക്ക് ദേവേനോട് കുറെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് സമയം തരാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയാം. അല്ല, നിനക്കെന്താ ഇപ്പൊ എന്നോട് സംസാരിക്കണോ? ഇതിന് മാത്രം സംസാരിക്കാനുള്ളേ? നിന്റെ മക്കളിങ്ങോട്ട് വന്ന പിന്നെ ഞങ്ങൾ സ്വസ്ഥത എന്താ, സമാധാനം എന്താ ഈ കുടുംബത്തിലുള്ളവരാരും അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് കനക ചോദിച്ചു,
എന്റെ മക്കളാണോ എന്റെ കാരണക്കാര്? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അവരെ രണ്ടുപേരും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് പറയാം. ഓ, ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പെട്ടെന്ന് ദേവേനി ചോദിച്ചു, അല്ല നീ പറയാൻ വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ല. കാര്യം എന്താണെങ്കിലും പറഞ്ഞു. അല്ല, നബിമോള് പ്രഗ്നന്റ് ആണല്ലോ, അപ്പൊ നബിമോളെ നോക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഇനിയിപ്പം അവളെ ഇവിടെ നിർത്താതെ വേണമെങ്കിൽ അവളെ നയനമോളെയും കൂടെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയേക്കാം. പക്ഷെ മുത്തശ്ശനെ മുത്തശ്ശിയുടെ സമ്മതം മേടിക്കണമെന്ന് പറയാണ്. അവര് പറയുവാണെങ്കിൽ അല്ല അവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം, ഞാൻ അവിടെ കൊണ്ടുപോയി നോക്കിക്കോളാം എന്ന് പറയാം. ദേവേനി പറഞ്ഞു, ഓ, അപ്പൊ അതാണ് കാര്യം. ഉം. നിന്റെ മകളുണ്ടല്ലോ നയന, അവള് കാരണം മനുഷ്യൻ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാ. നയനമോളെ കുറ്റം വെറുതെ പറയരുത്. നവ്യേനെ വേണമെങ്കിൽ പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം അവള് തെറ്റൊക്കെ ചെയ്യുന്നവളാ. പക്ഷെ നയന എങ്ങനെയല്ല, നയനയുടെ സ്വഭാവം ഉണ്ടല്ലോ, നല്ല പത്തര മാറ്റാന്നാ മുത്തശ്ശൻ പറയണേ. മുത്തശ്ശൻ മാത്രമല്ല മുത്തശ്ശിയും പറയണേ. അത് ചിലപ്പം നിങ്ങൾക്ക് മാത്രം കാണാൻ കണ്ണില്ലാത്തോണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കിയേ, ഈ വീട്ടിലെ ജോലികളെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നുണ്ട് അവള്. എല്ലാവരുടെയും കാര്യം അറിഞ്ഞു ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും അവൾക്ക് ഈ കുടുംബത്തിലൊരു സമാധാന സ്വസ്ഥതയൊക്കെ ഉണ്ട്. അതെന്താ നീ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം? അല്ല, നയനമോളാണല്ലോ ഈ കുടുംബത്തിന്റെ സ്വസ്ഥത സമാധാനം കളയണമെന്നല്ലേ പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞ ഞാൻ കൂട്ടിക്കൊണ്ട് പൊക്കോളാന്ന്. പിന്നെ വേണമെങ്കിൽ ആദർശ് മോനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കാലോ. അതാ നീ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം? അല്ല, ആദർശ് മോൻ വേറെ കല്യാണം കഴിച്ചാലേ ഇനി ഈ വീട്ടില് നിങ്ങളുടെ കൊച്ചുമോനെയോ കൊച്ചുമോളെ കാണാൻ പറ്റുള്ളൂ, താലോലിക്കാൻ പറ്റുള്ളൂ. അതെന്താ, നയനയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. ഏയ്, അവക്ക് കുഴപ്പമൊന്നുമില്ല. സത്യം പറ, നിങ്ങൾ ഇനി വല്ല ഡോക്ടറെ പോയി കാണിച്ചോ? കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായേ, ഇനിയിപ്പോ അവൾക്ക് വല്ല കുഴപ്പമുണ്ടോന്ന് പറയാൻ പറ്റില്ല. നിങ്ങളായതുകൊണ്ട് ഇനി അത് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടാണോ എന്റെ മോന്റെ തലയിലേക്ക് കെട്ടിവെച്ചെന്നും പറയാൻ പറ്റില്ല. അതാ ഞാൻ ചോദിച്ചേ. അല്ല, അത് പിന്നെ സത്യം പറഞ്ഞോ, അതാ നീക്ക് നല്ലതെന്ന് പറയാം. ഈ സമയം ജലജ മനസ്സിൽ പറയാം, അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ മകന്റെ മുറിയുടെ ഇടയ്ക്ക് ഒന്ന് പോയി നോക്കണം, എന്നാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ മുറി നടക്കുന്ന എന്താന്ന്. നിങ്ങൾ ഒരുങ്ങിക്കെട്ടി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അല്ല, നീ എന്താ കനകെ ആലോചിക്കുന്നേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക. പെട്ടെന്ന് കനക പറഞ്ഞു, ഈ വീട്ടിലെ ജോലി മുഴുവൻ വേണേ അവളെ കൊണ്ട് ചെയ്യിച്ചോ. അവള് സമാധാനത്തോടെ ഒക്കെ ചെയ്തു തരും, എല്ലാം ചെയ്തു തരും. എന്ത് ജോലി വേണേലും അവള് ചെയ്തു തരും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നതിനൊന്നും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവളുടെ മനസ്സിലും ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ തന്നെ നവ്യ ഗർഭിണിയായി കഴിഞ്ഞപ്പം അവളുടെ മനസ്സിലും ചില ചിന്തകളൊക്കെ ഉണ്ടാവത്തില്ലേ? അവള് ആരോടും പരാതികളൊന്നും പറയാൻ വരത്തില്ല. പക്ഷെ സ്വന്തമായിട്ട് മാറിപ്പോയിരുന്ന് കരയത്തുള്ളൂ. അത് നമ്മൾ വേണം മനസ്സിലാക്കാനെന്ന് പറയാം. അല്ല, ഇപ്പൊ ഇതിന് മാത്രം പ്രശ്നം ഇവിടെ എന്താ ഉണ്ടായത്? എന്തായാലും കാര്യമുണ്ടോന്ന് ചോദിക്കുക. പെട്ടെന്ന് കന പറഞ്ഞേ, കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോവാ. അല്ല, നീ കാര്യം പറഞ്ഞിട്ട് പോവാ കനകെ, എന്താ കാര്യം? പെട്ടെന്ന് കനക തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞു, അല്ല, അവൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കണം എന്നൊക്കെ. പെട്ടെന്ന് ദേവേനെ ഓർത്തു, അതിനിവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ്. കനക പറയണോ പറയണ്ടയോ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.